മേരി വർഗീസ് തുടരുന്നുണ്ട്. ശ്രീ ദീപ്തി തുടരാം, സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതെ അതെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ അത്തരത്തിൽ ഉചിതമായ ഒരു തീരുമാനം എടുക്കും എന്നുള്ളത് നേതൃത്വത്തിന്റെ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മറ്റുള്ള നേതാക്കളും ഒക്കെ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ഉചിതമായ ഒരു തീരുമാനം വരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, ആ ഉചിതമായ തീരുമാനമാണോ രാജി? അതായത് ഈ ഉചിതമായതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, മറ്റ് ഇതുപോലെ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ BJPയിലും CPM ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ അവരൊന്നും എടുക്കാത്ത ഒരു തീരുമാനമായിരുന്നല്ലോ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തത്. ഈ വിഷയങ്ങളിൽ ആരോപണ വിധേയനാവുമ്പോൾ അതിൻ്റെ അകത്ത് അത്തരത്തിലുള്ള മാറി നിന്ന് അന്വേഷണത്തെ നേരിടട്ടെ, ശരിയോ തെറ്റോ എന്നുള്ളത്, അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ പിന്നെ ഇപ്പൊ നമ്മൾ കാണുന്ന പുറത്തു വരുന്ന പല മീഡിയാസിലൂടെ കാണുന്ന പല കാര്യങ്ങളും, ഫോൺ ചാറ്റുകൾ, ഇതെല്ലാം അതൊക്കെ അതിന്റെ രാഷ്ട്രീയ തെളിവുകൾ വിടണമെന്ന് പറയാതെ ഒരു തെളിവുമില്ലാതെ തന്നെ മാറി നിൽക്കട്ടെ, അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് പിന്നെ തീരുമാനമെടുത്തിരുന്നത്. അല്ല, ഒരു തെളിവുമില്ലാതെ എന്ന് എങ്ങനെ പറയാൻ കഴിയും? എത്രയധികം വാട്സ്ആപ്പ് ചാറ്റുകളൊക്കെ നമുക്ക് മാറ്റി നിർത്താം, അശ്ലീല സന്ദേശങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ നോക്കൂ, ഇന്നലെ അടക്കം പുറത്തു വന്ന ശബ്ദരേഖ, രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യുവതിയെ, പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു, ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന മുഴുവൻ കാര്യങ്ങളും തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല. ഇപ്പൊ പുറത്തു വരുന്ന തെളിവുകൾ എന്ന് പറയുന്നത് ഇപ്പൊ മാധ്യമങ്ങൾക്ക് മുൻപിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. ഈ തെളിവുകളൊക്കെ പുറത്തു വിടുന്നത് മാധ്യമങ്ങളാണ്, അല്ലാതെ ഒരു FIR ഇടുകയോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുകയോ അത്തരം അന്വേഷണം നടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം മുകേഷിന്റെ കാര്യത്തിലാണെങ്കിൽ ചാർജ് ഷീറ്റ് വന്നിട്ടുണ്ട്, ശശീന്ദ്രന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ കോടതി വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അത്തരത്തിലുള്ള ആ ഒരു പ്രൊസീഡിങ്സിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് തന്നെ, തുടക്കത്തിൽ തന്നെ, ആരോപണം വന്ന നിമിഷം തന്നെ രാജിയിലേക്ക് പോകണമെന്നുള്ള ഏറ്റവും മാതൃകാപരമായ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തു എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. തെളിവുകളൊക്കെ തെളിയിക്കപ്പെടേണ്ടതും അതൊക്കെ പിന്നീട് നിയമത്തിന് മുമ്പിൽ പോയാൽ പിന്നീടുള്ള കാര്യമാണല്ലോ. പക്ഷെ നമ്മൾ ഒരു ആരോപണം വന്നിരിക്കുന്നു, പെൺകുട്ടികൾ ആരോപണം പറഞ്ഞിരിക്കുന്നു, ആ ആരോപണത്തിന്റെ പേരിൽ മാറി നിൽക്കണം എന്ന് പറഞ്ഞു അത് രാജിവെക്കാൻ തയ്യാറായിട്ടുകൊണ്ട് ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ പോലും അതുപോലുള്ള ഒരു ഡിസിഷൻ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസ് എടുക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. യെസ്, ഇപ്പോൾ ഒരു രാജി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിച്ഛായ നഷ്ടം, കോൺഗ്രസിന് മേൽ വന്ന് വീണിട്ടുള്ള കളങ്കം, അത് പൂർണ്ണമായി തന്നെ ഇല്ലാതാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഇത് കോൺഗ്രസിന് മേളിൽ കളങ്കമല്ലല്ലോ വന്നത്. ഈ കോൺഗ്രസിനകത്ത് എത്രയോ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ വ്യക്തിപരമായി അവരെന്തെങ്കിലും ആരോപണം നേരിട്ടാൽ അതിന്റെയൊക്കെ ഉത്തരവാദിത്തം പാർട്ടിയിലുള്ള മുഴുവൻ ആളുകളും പൂർണ്ണമായിട്ട് ഏറ്റെടുക്കേണ്ട, പാർട്ടി എന്ത് ചെയ്തു എന്നുള്ളതാ. ഇവിടെ പാർട്ടി എന്ത് നിലപാടെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എങ്ങനെയാണ് കോൺഗ്രസ് കളങ്കപ്പെട്ടു എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുക? പാർട്ടിയുടെ നിലപാട് ഇപ്പോഴല്ലേ ഉണ്ടായത്? രാഹുലിനെതിരെ പരാതി, സമാനമായ പരാതികൾ നേരത്തെ തന്നെ നേതൃത്വത്തിന് മുൻപാകെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ തിരുത്താമായിരുന്നില്ലേ? അല്ല, ഈ തിരുത്തൽ എന്ന് പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരവരാണ് തിരുത്തേണ്ടത്. പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത് നടപടിയെടുക്കലാണ്. പാർട്ടിക്ക് ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ, പാർട്ടി കേട്ടുടനെ ഒരാളെ പറ്റി ഒരു പരാതി ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത മിനിറ്റിൽ തന്നെ നടപടിയെടുക്കാൻ പറ്റില്ലല്ലോ. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ. കൂടിയാലോചിച്ച് അതിന്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കി എന്ത് ചെയ്യണമെന്ന് എല്ലാ നേതാക്കന്മാരും തമ്മിൽ കൂടിയാലോചിച്ചാണ് ചെയ്യുന്നത്. ഇതൊരു എന്ന വിമർശനം കൂടി ഉയരുന്നുണ്ട്. ഏറ്റവും നേരത്തെ എടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്യാമല്ലോ. ഇതുവരെ ഒരു തീരുമാനവും എടുക്കാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പുറത്തു നിൽക്കുകയാണ്. ഇപ്പോഴും MLA ആയിട്ട് എത്രയോ പേർ, മുകേഷ് ഉൾപ്പെടെയുള്ളവർ തുടരുക, ശശീന്ദ്രൻ തുടരുക, തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ഇപ്പോ നിലനിൽക്കുകയാണ്. ആരോപണം നിൽക്കെ തന്നെ. ആ ആരോപണങ്ങളൊന്നും പോയിട്ടില്ല. ഇനിയിപ്പോ 5 വർഷം മുമ്പ് പറഞ്ഞ അതേ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ഇവരെന്ത് തീരുമാനം എടുത്തു? അപ്പൊ അവരൊന്നും ഒരു തീരുമാനം എടുക്കാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് എത്രയും പെട്ടെന്ന് എടുത്തു എന്നല്ലേ നിങ്ങൾ പറയേണ്ടത്? കോൺഗ്രസ് ഉചിതമായ തീരുമാനം എടുത്തു എന്ന് മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ പറയേണ്ടതല്ലേ? ഇപ്പോഴും അത് തന്നെയാണല്ലോ. രാജിയുടെ കാര്യത്തിൽ ഒരു MLA സ്ഥാനം ഇന്നേ വരെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ആരോപണം വന്നതിന്റെ പേരിൽ വെച്ചിട്ടില്ല, കൺവിക്ഷൻ വന്നതിന്റെ പേരിൽ വെച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ രാജിയെപ്പറ്റി കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുകയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? യെസ്, തീർച്ചയായും. എന്തായാലും ഈ തീരുമാനത്തെ രാജിയിലേക്ക് നീങ്ങുന്നു. രാജി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല, പക്ഷേ എങ്കിലും രാജി ഉണ്ടായാലും അത് പ്രശംസിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പരാതിയോ ഒരു FIR പോലും വരാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുന്നു എന്നത് അത് പ്രശംസിക്കേണ്ട ഒരു തീരുമാനമല്ലേ എന്നാണ് ദീപ്തി മേരി വർഗീസിന്റെ ഒരു അഭിപ്രായം.